എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്യൂഡോമോണസ് എന്താണ്, അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനി ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ താഴെ ചുവന്ന അക്ഷരത്തിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഈ ചാനലിലെ വീഡിയോകൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ജൈവകൃഷിയിൽ ഉപയോഗിക്കുന്ന ഒരു മിത്ര ബാക്ടീരിയയാണ് സ്യൂഡോമോണസ്. ഇത് സസ്യങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും കുമിൾ ബാക്ടീരിയ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് പൊടി രൂപത്തിലും ലിക്വിഡ് രൂപത്തിലും മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് പൊടി രൂപത്തിലുള്ള സ്യൂഡോമോണസ് ആണ്. ഇത് വാങ്ങുമ്പോൾ എക്സ്പയറി ഡേറ്റ് നോക്കി വേണം വാങ്ങുവാൻ. ഡിസംബർ 2018 മാനുഫാക്ചർ ചെയ്ത ഒരു പാക്കറ്റാണ് ഇത്. 6 മാസം ഇത് ഉപയോഗിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ 2019 ജൂൺ മാസം വരെ ഇത് ഉപയോഗിക്കാം. ഇത് കുട്ടികൾക്കുള്ള പാരസെറ്റമോൾ, ആൻറ്റിബയോട്ടിക് സിറപ്പുകൾ ഇവയുടെ കൂടെ ലഭിക്കുന്ന അളവ് കപ്പാണ്. ഇത് 10 മില്ലിയുടെ കപ്പാണ്. സ്യൂഡോമോണസ് അളന്നെടുക്കുന്നതിന് നമുക്ക് ഈ കപ്പ് ഉപയോഗിക്കാം. 20 മില്ലി സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. കൂടാതെ സ്പ്രേയർ ഉപയോഗിച്ച് ഇലകളിലും തണ്ടുകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എയർ പമ്പ് സ്പ്രേയറാണ്. ഇത് ഞാൻ 200 രൂപയ്ക്ക് കടയിൽ നിന്നും വാങ്ങിയതാണ്. ഓൺലൈനിലും ഇത് ലഭ്യമാണ്. സ്പ്രേയർ കടയിൽ നിന്ന് ലഭിക്കാത്തവർക്ക് വേണ്ടി ഓൺലൈനിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ ഇട്ടിട്ടുണ്ട്. വേണ്ടവർക്ക് വാങ്ങിക്കാവുന്നതാണ്. കൂടാതെ വെയിൽ നേരിട്ട് ഏൽക്കാത്ത തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് സ്യൂഡോമോണസ് സൂക്ഷിക്കേണ്ടത്. അതുകൂടാതെ ഗ്രോബാഗിന് മണ്ണ് തയ്യാറാക്കുമ്പോൾ നേരിട്ട് മണ്ണിൽ ചേർക്കാവുന്നതാണ്. കൂടാതെ വിത്തിൽ പുരട്ടിയും പറിച്ചു നടാൻ ഉപയോഗിക്കുന്ന തൈയുടെ വേര് സ്യൂഡോമോണസ് ലായനിയിൽ 15 മിനിറ്റ് മുക്കി വെച്ച ശേഷവും ഉപയോഗിക്കാവുന്നതാണ്. കേരളത്തിലെ മണ്ണിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുക്കുന്ന P1 A ഇനം സ്യൂഡോമോണസാണ് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ചെടിയുടെ വേരിലും തണ്ടിലും ഇലയിലും എല്ലാം അധിവസിക്കുന്ന ഈ ബാക്ടീരിയ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. മനുഷ്യൻ്റെയും മണ്ണിൻ്റെയും മിത്രങ്ങൾ കൂടിയാണിവ. സ്യൂഡോമോണസ് പോളരോഗം, ദ്രുതവാട്ടം, ഇലവാട്ടം, ഇഞ്ചിയുടെ വേരഴുകൽ, ഇലപ്പുള്ളി രോഗം എന്നിവയ്ക്ക് ഫലപ്രദമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.